ഹോമിയോപ്പതി എന്നുള്ള മെഡിക്കൽ ശാസ്ത്രം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അറിയുന്നത് കുട്ടികൾക്ക് വളരെ ഫലപ്രദമാണെന്നുള്ള രീതിയിലാണ്. ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു മരുന്ന് പ്രയോഗം അതെനിക്ക് തോന്നുന്നില്ല മറ്റ് ഒരു സിസ്റ്റത്തിലുമില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അലോപ്പതി മെഡിസിൻസ് എടുത്ത കുട്ടികളിൽ 10 മടങ്ങ്, അതായത് ഒരു 141 തവണയെങ്കിലും അവർക്ക് ആന്റിബയോട്ടിക്കിന്റെ യൂസേജ് വന്നിരിക്കുകയാണ്. അതിപ്പോൾ നമ്മുടെ ക്ലിനിക്കുകളിലാണെങ്കിലും ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഒക്കെ അമ്മമാർ വന്ന് പറയാറുണ്ട് ആന്റിബയോട്ടിക്സ് കൊടുത്തൊടുത്ത് മടുത്ത്. ഇപ്പം കൗൺസിലേഴ്സ് ഉണ്ടല്ലോ, എല്ലാ സ്കൂളുകളിലും സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആവാനുള്ള പാരന്റ്സിനടുക്ക് പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കൂടുതലും ഒരു പെയർ ഗ്രൂപ്പിലായിരിക്കും ഇവരുടെ ഒരു സംസാരം. ഈ ഒരു സംസാരത്തിൽ നിന്ന് ക്യാച്ച് ചെയ്ത് തന്നെ പല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള പല ടീച്ചേഴ്സും വിളി വരുമ്പോൾ പലപ്പോഴും നമ്മൾ സ്റ്റണ്ടഡ് ആവാറുണ്ട്. ഡോക്ടറെ, ഇങ്ങനെ ഒരു കാര്യം ഞാൻ ബൈ ചാൻസ് ഓവർഹിയർ ചെയ്തതാണ്, അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചില ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ നമുക്കത് ചെയ്യാം, ഡെഫിനറ്റ്ലി നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കേസ് എടുക്കുന്ന കൂട്ടത്തിൽ പല ഏരിയാസ് കവർ ചെയ്താണ് നമ്മൾ പോരുന്നത്. അപ്പോൾ ഇത്തരം ഇഷ്യൂസ് അത് കൊച്ചു കൊച്ചു ഇഷ്യൂസ് ആണ്. ചിലപ്പോൾ ബെഡ് വെറ്റിംഗ് ആവാം, തംസക്കിങ്, നെയിൽ ബൈറ്റിംഗ്, അതായത് അങ്ങനത്തെ എല്ലാ ഇഷ്യൂസും നമ്മൾ എടുത്തു വരുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെയൊക്കെ കവർ ചെയ്യാനായിട്ട് എന്താണ് ഒരു വഴി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരു മരുന്ന് കൊടുക്കലല്ല, അതിന് പിന്നിലുള്ള ഇഷ്യൂസ് ഉണ്ട് ധാരാളം, അല്ലേ ഡോക്ടറെ? നമ്മുടെ ഒരു കേസ് എടുപ്പാണ് നമുക്ക് അതിന്റെ ഒരു ബലം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഏരിയ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അതെ അതെ, തീർച്ചയായും. അത് നമ്മുടെ ഹോമിയോ ഡോക്ടേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കലല്ല, നമ്മൾ അവരുടെ ഡീപ്പർ ലെവലിലായിരിക്കും നമ്മുടെ കേസ് സ്റ്റഡി പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കുട്ടികളായിട്ട് നല്ലൊരു റാപ്പ് ക്രിയേറ്റ് ചെയ്യാനും അവരുടെ ആ മൈൻഡ് സെറ്റ് മൊത്തം നമുക്ക് മനസ്സിലാക്കും. അതിനനുസരിച്ചിട്ടുള്ള പ്രിസ്ക്രിപ്ഷനും പാത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇവരുടെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലും കൂടി. തീർച്ചയായും ഈ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ സത്യത്തിൽ ഈ ഹോമിയോപ്പതിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിസിക്കൽ ഡിസീസുകളെല്ലാം തന്നെ ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് ഏത് ഏജിലാണെങ്കിലും കുട്ടികൾ ഈ ടീനേജ് അല്ല എന്താ പറയുക ജനിച്ചത് തൊട്ട് അല്ലെങ്കിൽ കൺസീവ് ചെയ്യുന്നത് തൊട്ട് ഒരു ടീനേജ് വരെ അല്ലെങ്കിൽ അഡൾട്ട് ആവുന്നവരെ ആ ഒരു പീഡിയാട്രിക് ഏജിൽ മുഴുവനും നമുക്ക് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞെങ്കിലും ഫിസിക്കൽ ഡിസീസ് മാത്രമല്ല സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് കുട്ടികൾക്ക് ഒത്തിരി ഉണ്ട്. അപ്പം അതിൻ്റെ സ്കോപ്പ് വളരെ വലുതാണ്. അപ്പൊ അതിന്റെ റീസൺസ് നോക്കി കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും തമാശ ചിന്തിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ സിവിൽ കോടതികളിൽ കേസുകൾ ഉള്ളത് സിബ്ലിങ്സ് തമ്മിലാണ്. നോക്കിയല്ലേ, മേ ബി ഫാമിലി കോർട്ടിൽ ഡൈവേഴ്സ് കേസസ് ഉണ്ടാവും. അതല്ലാതെ നോക്കി കഴിഞ്ഞാൽ കൂടുതലും കേസസ് സ്വത്ത് തർക്കമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സിബ്ലിംഗ് ഇഷ്യൂസ് ആണ് അതിന്റെ റീസൺ. ശരിക്കും പറഞ്ഞാൽ ഈ കേസിന്റെ ഒക്കെ റീസൺസ് നോക്കി കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഇവർക്ക് ഉണ്ടായിട്ടുള്ള സിബ്ലിംഗ് ഇഷ്യൂസ് ആണ്, സിബ്ലിംഗ് റൈവൽറി ആണ്. അത് ചരിത്രപരമായിട്ടും ഇല്ലെങ്കിൽ എന്താ പറയാ എവിടെ നോക്കിയാലും ഈവൻ നമ്മളെ പുരാണങ്ങളിൽ പോലും കാണുന്ന ഒരു അവസ്ഥയാണത്. അപ്പോ സിബ്ലിംഗ് ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപക്ഷെ അത് ചെയ്യാൻ സാധിക്കുന്ന ഏക മെഡിക്കൽ ശാസ്ത്രം ഒരുപക്ഷെ ഹോമിയോപ്പതി ആയിരിക്കും. ഈ സിബ്ലിംഗ് ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ബേസിക്കലി അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അപ്ബ്രിങ്ങിങ്, അത് എന്നുള്ളത് കുട്ടികളെ വളർത്തുക എന്നുള്ളത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിൻ്റെ ഒരു പാകപ്പഴയാണ് പലപ്പോഴും സിബ്ലിംഗ് ഇഷ്യൂസിലേക്ക് പോകുന്നത് തന്നെ. അത് ഒരുപക്ഷെ ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി വളരെ ഡിഫറെൻ്റ് ആണ്, ഒരു സോഷ്യലായിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ കുട്ടികളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ മാനസിക തലത്തിലോ വൈകാരിക തലത്തിലോ ഇല്ലെങ്കിൽ ശാരീരിക തലത്തിലോ പല സിംറ്റംസും നമുക്ക് കാണാറുണ്ട്, അല്ലേ? അതെ അതെ, അതിപ്പോൾ ക്ലിനിക്കുകളിലാണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് കാണാറുണ്ട്. ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്നുള്ള തരത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളെ സമീപിക്കുക. അതായത് ചിലപ്പോൾ സിബ്ലിങ്സിൻ്റെ ഇടയിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള വഴക്കുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സിനെ ഉപദ്രവിക്കുന്നു, ടീച്ചേഴ്സ് കംപ്ലൈൻറ്റ് പറയുന്നു. ചിലപ്പോൾ അത് അവരിലൊരു ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് വരുന്ന പോലെയും ചിലപ്പോൾ പഠനത്തിൽ പിന്നോക്കം എന്നുള്ള രീതിക്ക് നമ്മളെ സമീപിക്കാറുണ്ട്. അതേപോലെ സാധനങ്ങൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ആനിമൽസിനെയൊക്കെ ഉപദ്രവിക്കുക, അങ്ങനെ പല പല ആസ്പെക്റ്റിലായിട്ട് ഈ സിംറ്റംസ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് എടുത്ത് വരുന്ന സമയത്ത് മിക്കവാറും എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അവരുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ അത് പാരൻസിൻ്റെ പാരൻറ്റിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇടയിലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് അവരെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഇതിലോട്ടൊക്കെ എത്തുന്നത്. പക്ഷേ അതേപോലെ ഇതിപ്പം മെൻ്റൽ ആസ്പെക്റ്റിൽ, അതേപോലെ ഫിസിക്കലി ആണെങ്കിലും ചിലപ്പോൾ ചില കുട്ടികളിൽ ഭയങ്കരമായിട്ടുള്ള തലവേദന, വയറുവേദന, അല്ലെങ്കിൽ അങ്ങനെ പല സിംറ്റംസും കാണും. പക്ഷെ നമ്മൾ ലാബ് ഇൻവെസ്റ്റിഗേഷൻ നോക്കുന്ന സമയത്ത് എല്ലാം നോർമലും ആയിരിക്കാറുണ്ട്. പക്ഷെ എന്നാൽ കുട്ടികൾ വല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. അത് ശരിക്കും അത് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, അതാണ് നമുക്ക് ഒരു വിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു പതോളജിക്കലി ഡീവിയേഷൻസ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. അവര് ഇമോഷണലി അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. അവിടെയാണ് നമ്മൾ തടയിടേണ്ടത്. കാര്യം ഈ ഒരു ഇമോഷൻസ് ആണ്
നമുക്ക് ആ ഒരു ട്രിനിറ്റി ആണല്ലോ, മൈൻഡ്, ഫിസിക് ആൻഡ് സ്പിരിറ്റ് ആണല്ലോ. അപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ആണെങ്കിൽ പോലും നമ്മൾ പാരൻസ് വന്ന് പറയും, അതായത് ഞങ്ങളോടിപ്പം ഒരു അറ്റാച്ച്മെന്റ് ഇല്ല, എന്തൊക്കെ വെച്ചാൽ അവരെന്താണ് ചെയ്യുന്നത് നമുക്കതിനകത്ത് ഒരു ഇൻവോൾവ്മെന്റും നമുക്ക് കിട്ടുന്നില്ല, കൈവിട്ട് പോകുന്ന ഡോക്ടറെ കരഞ്ഞുകൊണ്ട് പലരും പറയും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആ ഒരു കുട്ടിയുടെ ഒരു മൈൻഡിലോട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷനിൽ ഒന്ന് ബ്രേക്ക് ആവാൻ അല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ അപ്പ് ആവാനായിട്ട് നമ്മളൊരു വെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വളരെ എന്താ പറയുന്നത് മുത്തുകളാണ്. അതായത് ആ ഒരു കാരണം കറക്റ്റ് നമ്മൾ പിക്ക് ചെയ്ത് ടൂത്ത് പിക്ക് കൊണ്ട് നമുക്ക് കുത്തി മാറ്റാം എന്ന ഒരു രീതിയിലല്ലേ. അതായത് ആദ്യമേ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ്, അത് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി കൂടുതൽ പാരൻസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തും അല്ലെങ്കിൽ ആ ഒരു ഇന്ററാക്ട് ചെയ്തും നമുക്ക് ആ കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് പാരന്റിനെയും തിരിച്ച് ആ ഒരു പാരൻസിന്റെ ഇഷ്യൂസ് മനസ്സിലാക്കാൻ. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടില്ലേ, ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു ഒരു +1 +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പറയുന്ന വിഷയം സത്യത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഐഡിയ ആണ് എനിക്കും. പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫസ്റ്റ് ചൈൽഡാണ്, പക്ഷേ അവരും എന്നെ പ്രതിയാണ് ഫസ്റ്റ് അച്ഛനും അമ്മയും ആകുന്നത്. അപ്പോൾ നമ്മളുടെ അച്ഛന്മാർക്കും അമ്മമാർക്കും പാരന്റിങ് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അവിടെ നിന്നിട്ടാണ് അവർ നമ്മളെ ബ്രോട്ടപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഈ 2 പേരുടെയും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് യഥാർത്ഥത്തിൽ ഒരു ബ്യൂട്ടിഫുൾ പാരന്റിങ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ബ്രിങ്ങിങ് അപ്പ് ഓഫ് എ ചൈൽഡ്. അത് ആ ഒരു മെസ്സേജ് ആ ഒരു +2കാരി, എനിക്ക് അറിയില്ല +2 ആണെന്ന് അറിയില്ല, ആ ഒരു കുട്ടിയുടെ വായിൽ നിന്ന് കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഒരു ക്ലിനിക്കിലും കിട്ടുന്ന അനുഭവങ്ങൾ ഇതൊക്കെ തന്നെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത്, ഈ ഒരു കുഞ്ഞിൻ്റെ ഒരു ബ്രിങ്ങിങ് അപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പേഴ്സണാലിറ്റിയിലാണ് നമുക്ക് തൊടാൻ പറ്റുക, അപ്രോച്ച് ചെയ്യാൻ പറ്റുക. അതിനെ ഒരു മാറ്റം വരുത്തിയാൽ ഒരു സിറ്റിസന്റെ ഒരു വളർച്ച, അത് എങ്ങനെ ഒരു നോർമലിലോട്ട് വരാം. നോർമൽ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. പക്ഷെ എങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത ഒരു ലൈഫിലോട്ട് അവരെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് സർവീസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പം ഈ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആണെങ്കിലും അതിലുണ്ടാവുന്ന മാറ്റങ്ങളും, ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള സംഭവങ്ങളും, ഇത് രണ്ടിലും നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻസ് കൊണ്ട് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കൽ സിംറ്റംസ് മാറുന്നു. ഇപ്പോൾ ലാബോറട്ടറി ഇൻവെസ്റ്റിഗേഷനിൽ ഡോക്ടർ പറഞ്ഞാൽ എല്ലാം നോർമലായിരിക്കും, പക്ഷെ എന്നാൽ പോലും കുട്ടികൾ സഫർ ചെയ്യുന്നു, ക്ലാസ്സസ് മിസ്സാവുന്നു, ഇത് ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു, സ്കൂളിൽ നിന്ന് വിളികൾ വരുന്നു, ഇതെല്ലാം ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറുകയാണ് വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ഇഷ്യൂ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് പക്ഷേ ഹോമിയോപ്പതി മെഡിസിൻസ് കൊണ്ട് ഫിസിക്കൽ സിംറ്റംസ് മാറുന്നു. ഈവൻ മെൻ്റൽ ലെവലിൽ ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഓവറോൾ ചേഞ്ച് ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലൂടെ, ഒരു വ്യത്യസ്തമായുള്ള ഒരു ദൃഷ്ടികോണിലൂടെ കാണാൻ തുടങ്ങും, അവർ കുറേ കൂടെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും പാരൻസ് പറയാറുണ്ട്, ഇപ്പോൾ അവൻ പണ്ടത്തെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, മറ്റുള്ള കുട്ടികൾക്ക് സാധനങ്ങൾ ഷെയർ ചെയ്യുന്നു, ഇല്ലെങ്കിൽ അനിയത്തിയെ കുറച്ചും കൂടി കെയർ ചെയ്യുന്നു, സാധനങ്ങൾ നശിപ്പിക്കുന്നില്ല, ഇങ്ങനെയുള്ള ചില വളരെ നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ കേൾക്കുന്ന ചില വിഷയങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാരൻറ്റിങ് എന്ന് പറയുന്നത് ഈ സിബ്ലിംഗ് ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞാലും എനിക്കൊന്ന് മോഹൻലാലാണ് ഒരു സിനിമയിൽ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു അമ്മയും അച്ഛനും കൂടിയാണ് ജനിക്കുന്നത്, അവരോട് അടിക്കുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞത്. അപ്പം ഈ അപ്ബ്രിങ്ങിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സിബ്ലിംഗ് ഇഷ്യൂസിൽ മെയിനായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. 2 കുട്ടികളോ 3 കുട്ടികളോ എത്ര ആയിക്കോട്ടെ, കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സൊസൈറ്റിക്ക് ഒരു നേച്ചർ ഉണ്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത്. നമ്മൾക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ വന്നിട്ട് പല സിബ്ലിങ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും. അവൻ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ വെളുത്തിട്ടാണ്, അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ സ്കില്ല്, പാട്ടിൻ്റെ സ്കില്ല്, ഡാൻസിൻ്റെ സ്കില്ല്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കമ്പയർ ചെയ്യും. നമുക്ക് നാട്ടുകാരെ നാവ് അടച്ചു വയ്ക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യം, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പോലും നമ്മൾ അപ്പോൾ തന്നെ ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ അവന് ഇന്നതിൽ കഴിവുണ്ടെങ്കിൽ ഇവൾക്ക് ഇന്നതിൽ കഴിവുണ്ട്, അവർ രണ്ടുപേരും അവരുടെ രീതിയിൽ അവർക്ക് ഏബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ ഇവരെ കൗണ്ടർ ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ്, കുട്ടികളിലെ അച്ഛനും അമ്മയോടുള്ള സ്നേഹം, പരസ്പരം ഉണ്ടാകുന്ന റെസ്പെക്റ്റ്, ഇതെല്ലാം കൂടും. അതിനോടൊപ്പം നമ്മൾ കമ്പയർ ചെയ്യാൻ നിന്നാൽ, ആസ് എ പാരന്റ് നമ്മൾ കമ്പയർ ചെയ്യാൻ നിന്നാൽ ഡെഫിനറ്റ്ലി അത് ഭയങ്കരമായിട്ടുള്ള ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂസ് കുട്ടികളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യു കനോട്ട് ജഡ്ജ് the ability of a fish
ബൈ ഇറ്റ്സ് എബിലിറ്റി ടു ക്ലൈംബ് എ ട്രീ. അതെ. അത് അപ്പോൾ ശരി, ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ കപ്പാസിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുക. ഏതെങ്കിലും ഏരിയ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ട് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് പാരൻസ് എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത്. ശരി ഏത് തെറ്റേത് എന്ന് പറഞ്ഞു കൊടുക്കണം. അത് മൂത്താളായാലും ചെറിയ ആളായാലും അവൻ ചെറുതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതൽ ആനുകൂല്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ആരാണേലും ശരി ഏത് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി, മോറൽ റെസ്പോൺസിബിലിറ്റി പാരൻസിൻ്റെയാണ്. ഡോക്ടർ കമ്പാരിസന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും അതൊരു ഫാമിലിയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അതിന് ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ, അതായത് എൻ്റെ സ്കൂളിൽ സമയത്ത് തന്നെ ചിലപ്പോൾ മാർക്സ് ഒന്നും അത്ര കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് നിന്ന് മമ്മിയുടെ ബൈക്ക് കൊണ്ടുവന്ന് വെക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ ഞങ്ങൾ ഓടിച്ചെന്ന് പറയും, മമ്മി പേപ്പർ കിട്ടി, എനിക്ക് മാർക്ക് കുറവാണ്, അവൾക്കും മാർക്ക് കുറവാണ്. ഇത് പറഞ്ഞ മൊമെൻറ്റിൽ തന്നെ മമ്മി പറയും, ജയന നീ നിൻ്റെ കാര്യം നോക്ക്, അവളുടെ കാര്യം വിട്, നിന്റെ ഫ്രണ്ടിൻ്റെ കാര്യം നീ വിട്, നീ നിന്റെ കാര്യം നോക്ക്. അപ്പോൾ ചെറുപ്പം മുതലേ ഈ കമ്പാരിസൺ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും മമ്മി അവിടെ തടയിടുകയാണ്. അപ്പോൾ ശരിക്കും അതൊരു യൂസ്ഫുൾ ആയത് എനിക്ക് സ്വന്തമായി 2 കുട്ടികളായപ്പോഴാണ്. നമുക്ക് ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബേബീസ് ആയി കഴിഞ്ഞപ്പോഴാണ് അവരുടെ വളർച്ചയിൽ നമുക്ക് അതേ ഒരു പാറ്റേൺ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ തുമ്പിക്ക് നന്നായി ചിത്രം വരയ്ക്കാമെന്ന് ഇപ്പോൾ ഒരാൾ പറയുകയാണ്, അപ്പോൾ ജോജു വരയ്ക്കില്ല എന്ന് പറയുമ്പോൾ അറ്റ് ദ സെയിം മൊമെൻറ്റ് അവിടെ പാരൻ്റ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവണം, അവൻ പാട്ട് പാടും, അല്ലെങ്കിൽ അവൻ്റെ മറ്റൊരു കഴിവ് അവൻ്റെ മുന്നിൽ തന്നെ ബാക്കിയുള്ളവരുടെ പ്രസൻസിൽ തന്നെ നമ്മൾ പറയണം. അത് ബാക്കിയുള്ളവരുടെ പ്രസൻസിൽ നമ്മൾ അതിന് പകരം ശരിയാ അവൻ ചിത്രം വരയ്ക്കില്ല, അവനതിനുള്ള കഴിവില്ല, അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ അവിടെ പോയി ആ കുട്ടിക്ക് വരയ്ക്കുമായിരുന്നുണ്ടാവാം ഇനി ഭാവിയിൽ, ആ ഒരു കഴിവ് അവിടെ തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മക്കളുടെ മുന്നിലാണെന്നുണ്ടെങ്കിലും മറ്റ് ഇപ്പം എന്താ പറയുക നെയ്ബേഴ്സിൻ്റെ മുന്നിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളെ കമ്പയർ ചെയ്യാതിരിക്കാൻ ആദ്യം പാരൻസിനാണ് നമ്മൾ ആ ഒരു കോച്ചിങ് കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ അതൊരു പകുതി മുക്കാലും കറക്റ്റ് ആവും. അതാണ് ഇപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ 2 പോയിന്റ്സിലേക്ക് നമുക്ക് എത്താം. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു കമ്പാരിസൺ, അത് പാരൻസിൻ്റെ റോള് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സിബ്ലിംഗ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് വലിയൊരു റെസ്പോൺസിബിലിറ്റി പാരൻസിനാണ്, അത് കറക്റ്റ് ചെയ്യേണ്ടതും പാരൻസാണ്. 2, എന്തെങ്കിലും കാരണവശാൽ സിബ്ലിംഗ് ഇഷ്യൂസ് കാരണം കുട്ടികളിൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയാൽ അത് സൈക്കോളജിക്കലാകാം, ഇമോഷണലാകാം, ശാരീരികമായിട്ടുള്ള സിംറ്റംസ് ആകാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസും ഒരു എബിലിറ്റിയും ഹോമിയോപ്പതി എന്നുള്ള ഒരു മെഡിക്കൽ ശാസ്ത്രത്തിനുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് അടിവരയായിട്ട് പറയാവുന്നത്.